ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വിത്ത് മീ അലീന. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നലെ വീട്ടിൽ വന്നതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനായിട്ടൊക്കെ പോവാണ്. ഇന്നലെയും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടിയാണ് പോകുന്നത്. നമുക്ക് കാണാൻ ബാക്കി. എൻ്റെ കൂടെ ഡാഡിയും അമ്മയൊക്കെ ഉണ്ട്. ഇരിക്കുന്നു അമ്മ, ഇരിക്കുന്നു ഡാഡി. ഹായ് കാണിക്കമ്മേ. ഹായ് ഡാഡി കാണിക്ക. ഹായ് ഹായ്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അമ്മയും ഡാഡിയും കൂടെ നമ്മുടെ സ്റ്റേഷൻ ക്യാൻറ്റീൻ ഉണ്ടല്ലോ ആർമിയുടെ, അപ്പം അവിടെ പോയേക്കുവാണ് നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ എനിക്ക് അവിടെ പോയി ക്യൂ ഒന്നും നിൽക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇരുന്നോളാമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളോടൊക്കെ കുറച്ച് നേരം സംസാരിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യം ഇപ്പം എൻ്റെ കയ്യിൽ എന്തൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ കാണിക്കാവേ. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഷോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോവുകയാണെങ്കിൽ പരുമല പള്ളിയിലൊക്കെ പോകണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ പോവുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഷോൾ എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം, സത്യം പറഞ്ഞാൽ ഇന്നലെ എടുത്ത വെള്ളം മാറ്റിയിട്ടില്ല. പിന്നെയും വെള്ളം, ഇത് അതിൻ്റെ ഫ്ലാസ്കിനകത്ത് തണുത്ത വെള്ളം കേട്ടോ. പിന്നെ വെള്ളം, ഈ വെള്ളവും കഴിഞ്ഞ ദിവസം എടുത്ത വെള്ളമാണ്. പിന്നെ ഉള്ളത് എൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട്. ഒരു ബുക്കുണ്ട്, അത് വായിക്കാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ഞാൻ എൻ്റെ ബാഗ് എടുത്തിട്ടുണ്ട്. ബാഗിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. എൻ്റെ ബാഗിനകത്ത് ആകെ ഉള്ളത് ആധാർ കാർഡും പാൻ കാർഡും എലക്ഷൻ കാർഡും ഈ കാർഡ് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ അതിനകത്തൊരു ലിപ്സ്റ്റിക്കും ഉണ്ട്. പിന്നെ അതിനകത്തൊരു ലിപ് ബാം ഉണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചുമ്മാ എടുത്തേക്കുക, ഒരു കാര്യമില്ലാതെ എടുത്തേക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാനിന്നിങ്ങനെ ചുമ്മാ ബോറടിച്ചിരിക്കുകയാണ്. അവർ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. അപ്പം സ്റ്റേഷൻ ക്യാൻറ്റീനിലൊക്കെ പോയി ഡാഡിയും അമ്മയും തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ മഹാലക്ഷ്മിയിലോട്ട് കയറാൻ പോവുക. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു. എന്നിട്ട് നടക്കുക, റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം മഹാലക്ഷ്മിക്കകത്തോട്ട് കയറാം. ഭയങ്കര വെയിലാട്ടോ, എനിക്ക് കണ്ണുപോലും തുറക്കാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ തിരുവല്ലയിലെ മഹാലക്ഷ്മി. അമ്മ വെയിലായതുകൊണ്ട് അമ്മ തലയിൽ ഷോളൊക്കെ ഇട്ടാണ് ഇപ്പോൾ. ഇതാണ് നമ്മുടെ മഹാലക്ഷ്മിയുടെ ഫ്രണ്ടിൽ വള്ളമൊക്കെ ഇരിപ്പുണ്ട്. ആ വള്ളമൊക്കെ ഡാഡീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിൽക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഞാനൊരു ജീൻസ് എടുത്തു. പിന്നെ ആണെങ്കിൽ സോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അമ്മയ്ക്ക് എന്തോ ചുരിദാർ നോക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോൾ അമ്മയുടെ ഷോപ്പിംഗ് നടക്കുകയാണ്. അതെ, ഡാഡി ഇവിടെ ഇരിക്കുന്നു. ഡാഡി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. മഹാലക്ഷ്മിയിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ബ്ലൗസ് തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ബ്ലൗസ് വാങ്ങിക്കാൻ പോവാണ്. ഗാർഗി എന്ന ബ്യൂട്ടി ബൊട്ടീക്കിൻ്റെ പേര്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഉച്ചയായി. അപ്പോൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുക. എനിക്ക് ചട്ടിച്ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന ചട്ടിച്ചോറാണ്. അമ്മയുടെ അടി മീൻസ് ഓർഡർ ചെയ്തത്. ഞങ്ങളതിന് ഡാഡി ഇവിടെ ഇരിപ്പുണ്ട്. ഡാഡി ഇങ്ങോട്ട് നോക്കിക്കേ. ഡാഡി എന്നെ കളിയാക്കും കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ചട്ടിച്ചോറ്. കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ റിവ്യൂ പറയാം. ഇതിനകത്തുള്ളത് പപ്പടമുണ്ട്, പിന്നെ മീനുണ്ട്, മീൻകറിയുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, ബീഫുണ്ട്, പിന്നെന്താ കക്കയുണ്ട്. പിന്നെന്താ ഇതിനകത്തുള്ളത്? മുട്ട പൊരിച്ചത്, പപ്പടം, ചമ്മന്തി, അച്ചാർ, നാരങ്ങ അച്ചാർ, ചീര, ഇത് ചിക്കൻ ഫ്രൈ ഉണ്ട്. ഇത് ചീരത്തോരൻ, ബീട്രൂട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ റാസ് ബ്യൂട്ടി പാർലറിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ആണെങ്കിൽ ഫ്രീ
ഫ്രിസി ഹെയർ ആണ്. അപ്പോൾ അതിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടി ഒരു ഫൈബർ ക്ലിനിക് അങ്ങനെ എന്തൊരു സാധനം ചെയ്ത് വെച്ചേക്കാണ്. ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ടൈമാണ്. പിന്നെ ഞാൻ ഫേഷ്യലൊക്കെ ചെയ്തു, ഡയമണ്ട് ഫേഷ്യൽ. അതാണ് ആക്നിക്ക് നല്ലതാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മളത് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ചട്ടിച്ചോറ് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പക്ഷെ ഒരാളെ കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് തീർക്കാൻ പറ്റിയില്ല. സൂപ്പറായിരുന്നു. നമ്മൾ വേറെ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു, നടക്കുമായിരുന്നു, വെയിലായിരുന്നു. അതുകൊണ്ട് അപ്പം ഞാനിതിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കാം. പിന്നെ എനിക്കൊരു ഹെയർ കട്ടും ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ഞാൻ റിസൾട്ട് കാണിക്കാം കേട്ടോ. നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പള്ളി വന്നേക്കുവാണ്. അമ്മ പള്ളിയിൽ, ഡാഡി മെഴുകുതിരി വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പള്ളിയിലോട്ട് കയറുക. പരുമലപ്പള്ളിയായത്. ഇതാണ് നമ്മുടെ പരുമലപ്പള്ളി. ഇത് മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഇന്നത്തെ എല്ലാം കഴിഞ്ഞു. പള്ളിയിലായിരുന്നു നമ്മൾ ലാസ്റ്റ് വന്നത്. അങ്ങനെ തിരിച്ചു പോവാം. രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 9 മണി അങ്ങോട്ട് ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു ഏകദേശം 8 മണിയായി കാണും, 7-8 മണിയായി കാണും. അപ്പോൾ നമ്മൾ പോവാണ്. അമ്മേനെ കഴിക്കാൻ. അമ്മ പോകുന്നു, ഡാഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, ബൈ ബൈ.